തീരദേശ മേഖലയിൽ വൻകിട സ്വകാര്യ കമ്പനികൾക്ക് ഖനനം നടത്താനുള്ള തീരുമാനം ബജറ്റിലൂടെ വ്യക്തമാക്കിയതോടെ തീരദേശ മേഖല വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ്. 2002-ൽ UDF സർക്കാർ ഖനനത്തിന് നീക്കം നടത്തിയിരുന്നുവെങ്കിലും അന്ന് കോൺഗ്രസ് നേതാക്കളടക്കം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കടലും കായലും ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്തെ കോടികൾ വിലമതിക്കുന്ന കരിമണലിലാണ് സർക്കാരിൻ്റെ കണ്ണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യ ബജറ്റിൽ തന്നെ സർക്കാർ കടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ കമ്പനിക്ക് തീരദേശ മേഖല പണയം വയ്ക്കാനൊരുങ്ങുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണിപ്പോൾ ഉയർന്നു വരുന്നത്. കേരളത്തിൻ്റെ കടൽ തീരത്തെ തീരവും കടലും പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ പോകുന്ന നടപടിയാണിത്. ഒരു കാരണവശാലും അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം അംഗീകരിക്കത്തില്ല. നല്ല നിലയിൽ തൊഴിലാളികളെയും തീരദേശത്തെ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭണത്തിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിൽ കേരളത്തിലെ UDF ഗവൺമെൻറ് ഈ ജനവിരുദ്ധമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയവുമായിട്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ ആ സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിസ്ഥിതി ലോല പ്രദേശമായ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് കരിമണൽ ഖനനം നടത്തിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഈ പ്രദേശത്ത് കടലിൽ ഖനനം നടത്തിയാലും കരയിൽ ഖനനം നടത്തിയാലും പൊഴിമുഖങ്ങളിൽ ഖനനം നടത്തിയാലും ഭയങ്കരമായ അപകടമാണ് ഉണ്ടാകുന്നത്. ഈ പൊഴിമുഖങ്ങളിലും കായലുകളിലും ഒക്കെയാണ് മത്സ്യപ്രജനനം നടക്കുക. നമ്മൾക്ക് കൊല്ലം തീരത്തിൻ്റെ അനുഭവമുണ്ട്. അവിടെ 90 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആ പ്രദേശം ഇന്ന് വെറും 8 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. 2002-ൽ ഖനനം നടത്താൻ AK ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ നീക്കം നടത്തിയപ്പോൾ ഇതിനെതിരെ VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനെന്ന പേരിലാണ് തീരദേശ മേഖലയിലെ ഈ കരിമണൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനം ചെയ്യാൻ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് തീരദേശ മേഖലയിൽ ഉയർന്നു വരുന്നത്. ക്യാമറാമാൻ അനസമാനൊപ്പം ഷാജഹാൻ.